പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ദാ അമ്മ വന്നിട്ട് ഫസ്റ്റത്തെ വീഡിയോ ആണ് എടുക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മുടെ കല്ലുമോളുടെ ചോറൂണാണ് കേട്ടോ. അപ്പോൾ അത് തൊട്ടടുത്ത അമ്പലത്തിൽ തന്നെയാണ്. അപ്പോൾ അമ്മ വന്നിട്ട് അമ്മേനെ കൊണ്ട് കൊടുക്കാം എന്നും പറഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ ഇരിക്കുമായിരുന്നു. അങ്ങനെ ദാ നമ്മൾ നടന്നു പോകാനേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഞങ്ങൾ ദാ അമ്പലത്തിലോട്ട് ചെല്ലുവാണ്. അപ്പോൾ അവിടെ ഓൾറെഡി അമ്പുക്കുട്ടനും അച്ചും അമ്മയും കൂടി ചെന്ന് ചീട്ടൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ഉത്സവം തുടങ്ങാറായിട്ടുണ്ട്. അപ്പോൾ ദാ ഉത്സവത്തിനുള്ള എല്ലാം റെഡിയാക്കുക വേണ്ട. അങ്ങനെ ദാ അവർ ചീട്ടൊക്കെ എടുത്ത് വരുവാണ്ട. ഞങ്ങളപ്പോൾ സമയം നേരത്തെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് എന്നാൽ മതി എന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ ദാ കല്ലുമോൾക്ക് അമ്മ ചോറ് കൊടുക്കുവാണ്. അങ്ങനെ കല്ലുമോളുടെ ആ ഒരു ഉറക്കക്ഷീണമാണ് കേട്ടോ. ആദ്യത്തെ സ്ഥലത്ത് മാത്രമേ കല്ലുമോൾ നല്ലോണം ഇരുന്നുള്ളൂ. അത് കഴിഞ്ഞപ്പോൾ കല്ലുമോൾ മൊത്തം പ്രശ്നങ്ങളായിരുന്നു. അങ്ങനെ ഞങ്ങളിതാ ചോറൊക്കെ കൊടുത്ത് വന്ന് വീട്ടിൽ വന്നിട്ട് ഞങ്ങളിനി പുറത്തോട്ട് പോവുക കേട്ടോ. കറിക്ക് എന്തെങ്കിലും വാങ്ങിക്കണം. അപ്പം കല്ലുമോളെയും കൂടി കൊണ്ടുപോകാമെന്ന് വെച്ചു. അമ്മയുടെ അടുത്ത് ഇരുന്നോളും ആൾ. പക്ഷേ ചെറിയൊരു ഉറക്കമൊക്കെ വരുന്ന കാരണം ആൾക്ക് പിന്നെ മടിയായി. പിന്നെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ പോയിട്ട് വരാമെന്ന് വെച്ചു. അപ്പോൾ ഇപ്പം ഞാൻ വോയിസ് കൊടുക്കുമ്പോൾ കല്ലുമോൾ എൻ്റെ അടുത്തിരുന്ന് സൗണ്ടൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങളിതാ തൃപ്പൂണിത്തുറയ്ക്ക് വേഗം പോവുകയാണ്. മീൻ നല്ലതും വാങ്ങിക്കാമെന്നും പറഞ്ഞാണ് കേട്ടോ ഇറങ്ങിയത്. അങ്ങനെ മാർക്കറ്റിലൊക്കെ ചെന്നു. മീനൊക്കെ നോക്കി. അപ്പോൾ നമ്മൾ മീനൊക്കെ എടുത്തിട്ടുണ്ട്. അയിലയാണ് കേട്ടോ വാങ്ങിച്ചത്. നമുക്ക് അയില കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം പറഞ്ഞു. അങ്ങനെ നേരെ മീനൊക്കെ വാങ്ങിച്ചു. ഇനിയൊന്ന് ഞാൻ ത്രെഡ് ചെയ്യാമെന്ന് വിചാരിക്കുവാണ് കേട്ടോ. അമ്മ വരണതിന് മുമ്പേ ത്രെഡ് ചെയ്യണമെന്ന് വിചാരിച്ചു. പക്ഷെ നടന്നില്ല. കല്ലുമോൾ ഈ സമയത്ത് നല്ല ഉറക്കമായിരുന്നു. പക്ഷേ കൈ മാറിയതും കല്ലുമോൾ എഴുന്നേറ്റു. വീട്ടിൽ വന്നു. ത്രെഡ് ചെയ്തൊന്നുമില്ല ഏട്ടാ. ത്രെഡ് ചെയ്യാൻ പറ്റിയില്ല. കല്ലുമോളെ ഇമോഷണലോട്ട് എടുത്തതും കല്ലുമോൾ അവിടെ കിടന്ന് കരഞ്ഞ് ബഹളം വെച്ചു. പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലോട്ട് വന്നു. അപ്പോൾ ഇനി എന്തായാലും വീട്ടിൽ വന്ന് ഫുഡൊക്കെ കഴിച്ച് വൈകിട്ട് അമ്പൂനെയും കൂടി വിളിച്ചിട്ട് പോകാമെന്ന് വെച്ചു. ഒരു 3:30 കഴിയുമ്പോൾ ഇറങ്ങാമെന്ന് വെച്ചു. അപ്പോൾ എന്തായാലും അയില വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അയില എന്തായാലും മാങ്ങയിട്ട് കറി വെക്കാമെന്ന് വെച്ചു. കല്ലുമോൾ ഇവിടെ താഴെ ഇരുന്ന് കളിക്കുവാണ് കേട്ടോ. ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് കഴിഞ്ഞാൽ വേറെ ആരുടെയും കയ്യിൽ അങ്ങനെ പോവില്ല. കുറച്ച് നേരം കഴിയണം പിന്നെ പോകാനായിട്ട്. അപ്പോൾ എന്തായാലും നേരെ വീട്ടിലോട്ട് വന്ന് വെറുതെ അവിടെ നിർത്തി കരയിച്ച് വാശിയായിട്ടുണ്ടല്ലോ എന്ന് വെച്ച്. അപ്പോൾ എന്തായാലും പെട്ടെന്ന് ഇനി കറിയൊക്കെ വെച്ചിട്ട് നമുക്ക് ഉച്ച കഴിഞ്ഞ് പുറത്തോട്ട് പോകാമെന്ന് വെച്ചു. അപ്പോൾ ഞാൻ അയില വാങ്ങിച്ചേക്കണം. പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തൊക്കെ എടുക്കട്ടെ. അങ്ങനെ വീട്ടിൽ വന്നിട്ട് പിന്നെ പെട്ടെന്ന് തന്നെ മീനൊക്കെ റെഡിയാക്കി ഫ്രൈ ചെയ്യാനുള്ളത്. അപ്പോൾ ഫ്രൈ ചെയ്യാനൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ മാങ്ങ ഇട്ട് തേങ്ങ അരച്ച കറി അതും റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് രണ്ടുമാണ് ഇന്നത്തെ ഊണിനുള്ള കറി. പിന്നെ നമ്മുടെ അമ്പലത്തിൽ ഉത്സവം എന്ന് പറഞ്ഞില്ലേ, അത് പിറ്റേ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. അവിടുത്തെ കുറച്ച് നേരം നമ്മൾ ആ പരിപാടികളൊക്കെ കണ്ടിരുന്നായിരുന്നു. അമ്മ വർഷങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെ ഉത്സവം കൂടുന്നത്. അതുകൊണ്ട് അമ്മേനെ ഞങ്ങൾ ഫ്രീ ആയിട്ട് വിട്ടു. അമ്മ അവിടെ പോയി നേരത്തെ പോയി പരിപാടിയൊക്കെ കണ്ടോളാൻ പറഞ്ഞു. അമ്മ അങ്ങനെ കുറേ നേരം അവിടെ ഇരുന്ന് പരിപാടികളൊക്കെ കണ്ടു. പിന്നെ ഞങ്ങൾ കല്ലുമോളും അമ്പുക്കുട്ടനും ഉറക്കത്തിൻ്റെ ഒരു വാശി വഴക്ക് വന്നപ്പോൾ ഞങ്ങൾ നേരെ പോകുന്നായിരുന്നു കേട്ടോ. പിന്നെ അച്ചിക്കുട്ടൻ അമ്മയുടെ ഒപ്പം കുറച്ച് നേരമൊക്കെ ഇരുന്നു. അത് കഴിഞ്ഞപ്പോൾ അച്ചിക്കുട്ടൻ പിന്നെ കൂട്ടുകാരുടെ അടുത്തോട്ടൊക്കെ പോയി. നല്ല പരിപാടിയായിരുന്നു. നമ്മൾ കണ്ട് അങ്ങനെ ഇരുന്ന് പോകും. അമ്മ വർഷങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെ ഉത്സവം കൂടുന്ന കാരണം അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായി. ഉത്സവം തുടങ്ങണതിന് മുമ്പിനെ അമ്മ വന്ന കാരണം അമ്മയ്ക്ക് ഭയങ്കര ഹാപ്പിയായി. അങ്ങനെ അമ്മേനെ ഞങ്ങൾ പരിപാടി കാണാൻ പൊക്കോളാൻ പറഞ്ഞായിരുന്നു. അങ്ങനെ അമ്മ പോയി. പിന്നെന്താ വെക്കേഷനൊക്കെ ആയല്ലോ. അപ്പോൾ പിന്നെ അച്ചിക്കൂട്ടനും ഇനിയിപ്പോൾ കൂട്ടുകാരുടെ ഒപ്പമൊക്കെ കുറച്ച് നേരം അങ്ങനെ നടന്ന് വന്ന് പിന്നെ അമ്മയുടെ അടുത്തൊക്കെ വന്ന് അങ്ങനെയൊക്കെ പോയി. പിന്നെ ഉത്സവം ഇപ്പം ഞാൻ വീഡിയോ ഇടുന്ന ടൈമിൽ ഉത്സവമൊക്കെ കഴിഞ്ഞു കേട്ടോ. മിക്കപ്പോഴും വിചാരിക്കും എടുക്കണ വീഡിയോ ഒന്നെന്ന് തന്നെ അപ്ലോഡ് ചെയ്യണമെന്ന്. പക്ഷേ നടക്കാറില്ല. വോയിസ് ഓവറൊക്കെ കൊടുക്കുമ്പോൾ നമ്മൾ ടൈം അതൊക്കെ അനുസരിച്ച് നമ്മൾ നോക്കുമ്പോഴത്തേക്കും പോകുമല്ലോ. പിന്നെ ഈ ഒരു പരിപാടി നല്ല രസമായിരുന്നു കേട്ടോ കാണാനായിട്ട്. എനിക്കത് ഫുള്ളായിട്ട് എടുക്കാൻ പറ്റിയില്ല. അന്നേരം ഞങ്ങൾ പിന്നെ പകുതിയായപ്പോൾ പോന്നു. നല്ല രസമായിരുന്നു. പിന്നെ നമുക്ക് അവിടുത്തെ ഫുള്ളായിട്ടുള്ള വോയിസ് കൊടുക്കാൻ പറ്റത്തില്ല, കോപ്പി റൈറ്റ് കിട്ടുന്ന കാരണം. അതാണ് ഞാൻ ഫുള്ളായിട്ട് വോയിസ് ഓവർ കൊടുത്തത്. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറന്നുമല്ലേ.